ഞാൻ ഡോക്ടർ MP മണി. ഇന്ന് രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മുൻകാലങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ എല്ലാവരിലും രോഗമുണ്ടാകും. അതായിരുന്നു അന്നത്തെ വിശ്വാസം. പിന്നെയാണ് ഒരു വസ്തുത തിരിച്ചറിഞ്ഞത്, രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാലും ചിലരിൽ രോഗങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം. ഇതെന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള അന്വേഷണം എത്തിച്ചേർന്നത്, ഇങ്ങനെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാലും രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുന്നവരുടെ ശരീരത്തിൽ രോഗങ്ങളെ ചെറുക്കാനുള്ള ചില സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ഇതാണ് നാം ശരീരത്തിലെ സ്വയം രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ നാം തിരിച്ചറിയുന്ന ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം, ക്യാൻസർ അടക്കമുള്ള ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നതിന് അടിസ്ഥാന കാരണമാകുന്നത് ഈ ശരീരത്തിലെ സ്വയം രോഗപ്രതിരോധ ശേഷിയിൽ വരുന്ന കുറവാണ് എന്നുള്ളതാണ്. രോഗം വന്നാൽ തന്നെ ഈ ചികിത്സിച്ച് വേഗം സുഖമാകണമെങ്കിൽ, രോഗശമനം നേരത്തെ സാധ്യമാകണമെങ്കിലും രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ ഇപ്പോൾ ഏറ്റവും പുതിയ അറിവുകൾ അനുസരിച്ച് പറയുന്നത് ജീവകം D വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നുള്ളതാണ്. കോവിഡ് പോസിറ്റീവായവരിലും ഹൃദയാഘാതം സംഭവിക്കുന്നവരിലും ജീവകം Dയുടെ നില കുറവാണ് എന്നും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാരോട് ആദ്യമായി, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നല്ല നിലയിൽ നിലനിർത്താൻ ഏറ്റവും നന്നായി, അല്ലെങ്കിൽ ആദ്യമായി കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത്, രാവിലെ 9 മണിക്ക് മുൻപുള്ള വെയിൽ ഒരു 20 മിനിറ്റെങ്കിലും പതിവായി കൊള്ളുക എന്നുള്ളതാണ്. കാരണം സൂര്യപ്രകാശത്തെ, അല്ലെങ്കിൽ വൈറ്റമിൻ Dയെ നമ്മൾ സൺഷൈൻ വൈറ്റമിൻ എന്നാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ മനസ്സിന് ചില അവസ്ഥകളുണ്ട്, മാനസിക സംഘർഷം. അത് ഈ രോഗപ്രതിരോധ ശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ ആശുപത്രി എന്ന് പറയുന്നത് രോഗം, രോഗി, മരുന്ന്, ഡോക്ടർ, ഇത് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമായിരുന്നു. അതാണ് ആശുപത്രി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ അടുത്ത കാലത്താണ് നമുക്ക് മനസ്സിലായത്, ഈ മാനസിക സംഘർഷം ശരീരത്തിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ മാനസിക സംഘർഷത്തിൻ്റെ ഫലമായി ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ മാനസിക സംഘർഷത്തിൻ്റെ ഫലമായി രോഗങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വരെ നാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നീണ്ടകാലം നിലനിൽക്കുന്ന മാനസിക സംഘർഷം, ഉത്കണ്ഠ, ഇതെല്ലാം ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാണ്. ചില പുറമേതരക്കാർ, ചില ആസ്തമക്കാർ, അങ്ങനെ ചില രോഗികളുണ്ട്. ഇവർ നിരന്തരമായി രോഗങ്ങളുള്ളതായി പരാതിപ്പെടും, ഡോക്ടർമാരെ കാണും. ഡോക്ടർമാർ ഏത് പരിശോധന നടത്തിയാലും റിസൾട്ട് നോർമലായിരിക്കും. ഇങ്ങനെ വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇവരുടെ രോഗത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ മനസ്സിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ആഗോളതലത്തിൽ വൈദ്യശാസ്ത്ര രംഗത്ത് മാനസിക സംഘർഷവും രോഗങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തുന്നുണ്ട്. അത് ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. മാനസിക സംഘർഷം അനുഭവിക്കുന്നവരിൽ ഏറ്റവും പ്രകടമായി അതിന് കിട്ടുന്നൊരു തെളിവ്, രാത്രി ഉറക്കം പിടിക്കുന്ന സമയത്ത് ഞെട്ടൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രോഗനിർണയത്തിൽ നമ്മൾ മാനസിക സംഘർഷത്തിനുള്ള പ്രാധാന്യം വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം മാനസിക സംഘർഷവും പ്രതിരോധശേഷി കുറയാൻ കാരണമാകും. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു മരുന്ന് കടയുടെ മുന്നിൽ അല്പനേരം നിന്നാൽ ഒരുപാട് പേർ രോഗവിവരം പറഞ്ഞ് മരുന്ന് വാങ്ങിക്കഴിക്കാൻ വരുന്നവരാണ്. ഇങ്ങനെ വാങ്ങിക്കഴിക്കുമ്പോൾ പലരും ഈ ഒരുപാട് വീര്യം കൂടിയ മരുന്നുകൾ കഴിക്കാനുള്ള സാധ്യതകളുണ്ടാവും. അങ്ങനെ കഴിക്കുന്ന വീര്യം കൂടിയ പല മരുന്നുകളും രോഗപ്രതിരോധ ശേഷി തകർക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യമേ പറയാനുള്ളൂ, ഏത് അസുഖം വന്നാലും നമ്മൾ സ്വയം രോഗനിർണയം നടത്തരുത്, രോഗവിവരം പറഞ്ഞ് മരുന്ന് വാങ്ങി കഴിക്കരുത്, സ്വയം ചികിത്സിക്കരുത്. ഏറ്റവും അടുത്തുള്ള ഒരു ഡോക്ടറെ കാണണം. അദ്ദേഹം പറയുന്ന പരിശോധനകൾ ചെയ്തു കൊടുക്കണം. ആ പരിശോധനകൾ കാണുമ്പോൾ ഏറ്റവും പുതിയ അറിവുകൾ അനുസരിച്ചുള്ള ചികിത്സയായിരിക്കും ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ രോഗം മാറും, പ്രതിരോധശേഷി തകരുകയുമില്ല.